الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവേ, നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മിനിങ്ങളെ, ഇന്നലെ ചൊന്നുവെച്ച വിഷയം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തുമ്പോൾ യഹൂദിയായ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുട്ടമറി കേട്ടിട്ട് യാ ഗുലാം മസ്മുക്ക, അല്ലെ മോനെ നിന്റെ പേരെന്താണ്? അപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുകൊടുത്ത മറുപടി എൻ്റെ പേര് അഹ്മദ് എന്നാണ്. അപ്പോൾ ഹബീബായ മുത്തുനബിൻ്റെ ആ എല്ലാ ഭാഗവും, വലഭാഗവും ഇടഭാഗവും എല്ലാ ഭാഗവും നിരീക്ഷിച്ചുകൊണ്ട് അയാൾക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഇനി വരാൻ പോകുന്ന ഒരു നബിയാണ്, ഈ സമുദായത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെ നബിയാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം റസൂലുള്ളാഹിന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സാധാരണ കുട്ടിയല്ല, സാധാരണ ഒരു കിടാവല്ല, പിന്നെ ഹാദാ നബിയുൻ നബിയു ഹാദിൽ ഉമ്മ, ഇതൊരു നബിയാണ്, ഈ സമുദായത്തിൻ്റെ അവസാനത്തെ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരോട് അയാൾ പറഞ്ഞപ്പോൾ ആ കുടുംബക്കാർ ഉമ്മയോട് പറഞ്ഞു, ഈ മോനെക്കുറിച്ച് ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മക്കൊരു പേടി, ഇനി എന്തെങ്കിലും സംഭവിച്ചെങ്കിലാ, എൻ്റെ കിടാവിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിലാ, അത് പേടിച്ചുകൊണ്ട് ഉമ്മ എന്താക്കി, മദീന വിട്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര തിരിച്ചിട്ട് അബവാഇ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉമ്മക്ക് എന്തായ രോഗിയായി. ആമീന ഉമ്മ റളിയല്ലാഹു അൻഹ പനി വന്നു. അപ്പോൾ ഹബീബായ മുത്തുനബിക്ക് 6 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പനി കൂടുതലായി. കൂടെ ആരുണ്ട്? ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയുമുണ്ട്. പനി കൂടുതലായി. അങ്ങനെ ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നു പോയി, ഭൂമിയിൽ ഇരുന്നു പോയി, വീണുപോയി. അപ്പോൾ ആ ഉമ്മ ഹബീബായ മുത്തുനബിനെ നെഞ്ഞോട് ചേർത്തിട്ട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. എന്താണ്? ഖാലത്ത് ആമിന റളിയല്ലാഹു തആല അൻഹ ഫീ സാഅത്തി ഇഹ്തിലാരിഹാ, ആ റൂഹ് അഥവാ മരിക്കാൻ പോകുന്ന സമയത്ത് മോനെയും നെഞ്ഞോട് നെഞ്ഞ് ചേർത്തിട്ട് എന്ത് പറഞ്ഞു? ഉദുനു മിന്നി, രണ്ട് മുട്ടബ, അങ്ങനെ നെഞ്ഞോട് നെഞ്ഞ് ചേർത്ത് കൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, ഓ എൻ്റെ പൊന്നുമോനെ. കാരണം ഉമ്മക്ക് മനസ്സിലായി, ഇനി ഞാൻ എന്തില്ല, ജീവിക്കുന്നില്ല, എൻ്റെ മരണം ഏതായാലും അടുത്തായിപ്പോയി, ഞാനിപ്പോൾ മരിക്കും. അത് ഉറപ്പായത് കൊണ്ട് ആ ഹബീബായ ചെറിയ മുത്തുനബിയെ നെഞ്ഞോട് നെഞ്ഞ് ചേർത്തുകൊണ്ട് പറഞ്ഞു, മോനെ, കുല്ലു ജദീദിൻ ബാൽ വകുല്ലു ആതിൻ ഖരീബ് വകുല്ലു ഹയ്യിൻ മയ്യിത്തുൻ. ഒരു ഉപദേശമാണ്. മോനെ, ഏതൊരു പുതിയതും ഏതൊരു വസ്തുനിക്കും അതിന് തുടക്കമുണ്ട്, ഒരു ഒടുക്കവുമുണ്ട്. അത് കാലാകാലം ഇവിടെ ഉണ്ടാകൂല. അതൊരു മരണത്തിന്റെ സൂചനയാണ്. ഒക്കുല്ലു ജദീദുൻ ബാദ്, ഏതൊരു പുതിയതിനിക്കും അതിനിക്കുന്നുണ്ട് ഒരു അവസാനമുണ്ട്, അത് നശിച്ചു പോകും. ഏതൊരു വസ്തുവിനിക്കും അതിലേക്ക് തുടക്കമുണ്ട്, അതിനിക്കുന്നുണ്ട് ഒരു അവസാനമുണ്ട്. ഒക്കുല്ലു ആത്യൻ ഖരീബ്, വരാനുള്ളതെല്ലാം അതെന്താ വന്നുകൊണ്ടേ ഉണ്ടാകും, അതിന് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റൂല. സമയമാകുമ്പോൾ ആ വരേണ്ടതെല്ലാം വന്നുകൊണ്ടേ ഉണ്ടാകും. ഒക്കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, എല്ലാ ജീവനുള്ളതും ഒരു ദിവസം മരിച്ചു പോകും. എന്താകും? അല്ലാഹുവിൻ്റെ റസൂലിനോട് 6 വയസ്സുള്ള ആ ഹബീബായ മുത്തുനബിയോട് ഈ ഉപദേശം പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി കരഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്, പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഫാത്തായിപ്പോയി. അവിടെ വെച്ച് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആരും ആ മരുഭൂമിയിൽ ആരുമില്ല. ഹബീബായ മുത്തുനബിയും ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയും ആമിന ഉമ്മയുമാണ്. എന്തു ചെയ്യും? അങ്ങനെ ഹബീബായ മുത്തുനബി ഉമ്മ ഉമ്മ എന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഖബറെടുത്ത് ആ ഉമ്മയെ ദഫൻ ചെയ്തു. പൊട്ടിക്കരഞ്ഞു.
ആ ഖബർ തിരിച്ചു പോകുമ്പോൾ ഉമ്മാന്റെ ഖബറിലേക്ക് തിരിഞ്ഞ് നോക്കി അവിടെ നിന്ന് സേങ്ങി കരഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഹബീബായ മുത്തുനബിയെ കൂട്ടിക്കൊണ്ടു പോയി ആര് ഉമ്മു ഐമൻ സമാധാനം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മക്കത്തിൽ പിന്നെ കുറേ യാത്ര ചെയ്യണം. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഉപ്പാപ്പൻ്റെ വീട്ടിലേക്കാണ് പോയത്. അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അയിന ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. ഉമ്മി മാത്തത്ത് മീന ആവർത്തിച്ച് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പേടിക്കണ്ട മോൻ, നീ എൻ്റെ മോനാണ്, ബേജാറാവണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സമാധാനം പറഞ്ഞു. അങ്ങനെയാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഫാത്തായി പോകുന്നത്. എത്രയോ കാലത്തോളം അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും റസൂലുള്ള. ആ വസിയത്തും ആ രംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്താവും, സ്വഹാബികളോട് പറയും. അപ്പോൾ സ്വഹാബികൾ തന്നെ കരയുമെന്നാണ് ഹദീസിൻ്റെ ആ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. അങ്ങനെയാണ് ഹബീബായ മുത്തുനബി വീണ്ടും മദീനയിലേക്ക്. ബാപ്പയില്ല, ഉമ്മയില്ല, ഇനി ഉപ്പാപ്പൻ്റെ കസ്റ്റഡിയിലാണ്, ഉപ്പാപ്പൻ്റെ നിയന്ത്രണത്തിലാണ്. ഉപ്പാപ്പയാണ് ഇനി എന്താക്കുന്നത്, കിടാവിനെ പോറ്റി വളർത്തുന്നത്. അങ്ങനെ നല്ല അന്തസ്സോടുകൂടി നല്ല ബഹുമാനം കൊടുത്തിട്ടാണ് അബ്ദുൽ മുത്തലിബ് ഹബീബായ മുത്തുനബിയെ പോറ്റി വളർത്തിയത്. സ്വന്തം മക്കളെക്കാളും കൂടുതൽ ബഹുമാനവും ആദരവും കൊടുത്തത് ഹബീബായ മുത്തുനബിക്കാണ്. ബഹുമാനപ്പെട്ട ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ ജാഹിലിയ കാലത്ത്, ജാഹിലിയ ഇസ്ലാം വരുന്നതിന് മുന്നേ, ഇത് ഹൈറത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു അയാൾ കാബ ശരീഫ് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട്, ആ ജാഹിലിയ കാലത്തുള്ള തവാഫ്, ആ കാബ ശരീഫ് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ഒരാൾ, കാബ ശരീഫിനടുത്ത് ഒരു പ്രായം ചെന്ന ഒരു വയസ്സായ ഒരാൾ തവാഫ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുകയാണ്, റുദ്ദ ഇലയ്യ റാകിബി മുഹമ്മദ യാ റബ്ബി റുദ്ദഹു വസ്തനി ഇന്ദി യദാ. ഒരു പ്രാർത്ഥനയാണ്, ഒരു ബൈത്തും കൂടിയാണ്, ബൈത്തുള്ളൊരു പ്രാർത്ഥനയാണ്. എന്താണ് ഇതിനർത്ഥം? അള്ളാഹുവേ, എൻ്റെ വാഹനമൃഗത്തെ, അതായത് ഒട്ടകത്തെ നീ എന്താക്കണോ, തിരിച്ചു തരണു. റുദ്ദ ഇലയ്യ റാകിബി, ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ വാഹനമാകുന്ന ആ ഒട്ടയെ നീ എന്താക്കണു, എന്നിലേക്ക് തിരിച്ചു തരണു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കിടാവിനെയും തിരിച്ചു തരണു. യാ റബ്ബ് മുഹമ്മദൻ യാ റബ്ബി റുദ്ദഹു വസ്തനി ഇന്ദി യദാ. ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കിടാവിനെയും തിരിച്ചു തരണം. എനിക്ക് ഈ നാട്ടിൽ നല്ല സ്വാധീനം, നല്ലൊരു അധികാരം, നല്ല ഒരു കബൂലിയത്ത് എനിക്ക് തരണമെന്നൊരു പ്രായം തികഞ്ഞ ഒരാൾ ആ കഅബ ശരീഫിനടുത്ത് ഇങ്ങനെ തവാഫ് ചെയ്തിട്ട് ഇങ്ങനെ ദ്വാരക്കുകയാണ്. ഇത് പറയുന്നത് ഹൈദത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇയാൾക്ക് ഈ പ്രായം തികഞ്ഞ ആൾ ആരെന്നിട്ട് മനസ്സിലാകുന്നില്ല, ഈ ദുആ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഏത് വാഹനമാണ് തിരിച്ചു കിട്ടേണ്ടത്, ആരാണ് മുഹമ്മദ്, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഈ ഹൈദത്ത് ഇബ്നു മുആവിയ ചെന്ന് ഇയാൾ തവാഫ് കഴിഞ്ഞിട്ട് ഇയാൾ അന്വേഷിച്ച്, ആരാണ് ഈ പ്രായം തികഞ്ഞ ആൾ, ഈ പ്രായം ചെന്ന ആൾ ആരാണ്, ഈ വയസ്സായ ആൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഇയാൾ ഈ നാട്ടിലെ ഖുറൈശികൾക്കുള്ള നേതാവാണ്, മക്കത്തെ ഖുറൈശി തറവാടിൻ്റെ നേതാവായ അബ്ദുൽ മുത്തലിബാണ്. അയാൾക്കാണെങ്കിൽ ധാരാളം ഒട്ടകൾ അയാൾക്കുണ്ട്. അങ്ങനെ എപ്പെങ്കിലും അയാൾ ഏതെങ്കിലും ഒരു ഒട്ടമിട്ടും കാണാതായെങ്കിൽ, ഏതെങ്കിലും ഒരു ഒട്ടകമിട്ടും കാണാണ്ടായെങ്കിൽ അയാളെ മക്കളെ കടത്തും. അയാൾ സ്വന്തം മക്കൾ എന്താക്കും, കടത്തിങ് പോയിട്ട് വീട്ടിൽ പോയിട്ട് ആ ഒട്ടയോട് ബാക്കിയുണ്ട അല്ലെങ്കിൽ എന്താക്കൂ, ഇത് കൊണ്ടുപോകും, ചെന്നിട്ടുണ്ട്. അങ്ങും കിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു പുള്ളിയുണ്ട്, ഒരു പേരക്കിടാവുണ്ട്, പുള്ളിയുണ്ട്, മുഹമ്മദ് ചൊല്ലിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിടാവിനെ കടത്തും. ആ കിടാവ് എങ്ങനെയെങ്കിലും എന്താക്കും, കൂട്ടിക്കൊണ്ടുവരും. ഇന്നത്തെ ദിവസം അങ്ങനല്ല, ഒട്ടകം നഷ്ടപ്പെട്ടു, മക്കളെ കടത്തിയിട്ട് ആർക്കും മക്കൾക്ക് എന്താവുള്ള ഈ വൺട്ട എവിടെയും കിട്ടുന്നില്ല. പിന്നീടാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കരെ ആ വൺട്ട എവിടെ ഉണ്ടോ പോയിട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞു തിരട്ടും. പക്ഷെ വൺട്ടനെയും കാണുന്നില്ല, ആ ഹബീബായ മുത്തുനബിനെയും കാണുന്നില്ല. ആ രണ്ട് വൺട്ടനെയും ഹബീബായ മുത്തുനബിനെയും കാണാത്തപ്പോൾ ഇയാൾ തവാഫം ചെയ്ത് ദ്വാരക്കുകയാണ്, എൻ്റെ ഒട്ടകത്തിനെയും എൻ്റെ കിടാവിനെയും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്താക്കണോ, തിരിച്ചു കൊണ്ടുപോകാം.
അങ്ങനെ ഈ പളക്ക് തീരുന്നതിൻ്റെ ഇടക്ക് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകവുമായിട്ട് ആ മുന്നിലെത്തി. അപ്പോൾ നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഹബീബായ മുത്തുനബിൻ്റെ ബറക്കത്ത്. അവർ ഇത്ര ആൾ പോയിട്ട്, ആ വലിയ വലിയ മക്കൾ പോയിട്ട് കിട്ടാത്തത് അള്ളാഹുവിൻ്റെ റസൂലിനെ കിട്ടിയ റസൂലുള്ളാഹിന്റെ ബറക്കത്താണ്. അള്ളാഹു താല മുത്തുനബിക്ക് കൊടുത്ത ഒരു ബഹുമാനമാണ്. അങ്ങനത്തെ ഒരു അത്ഭുത വിഷയങ്ങൾ ആ കുട്ടിക്കാലത്ത് നടന്നത്. ബഹുമാനപ്പെട്ട ഹൈദത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയാ സംഭവങ്ങൾ. ഇങ്ങനെയാണ് ചെറിയ ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്ത് അല്ലെ, നന്ന കാലം അബ്ദുൽ മുത്തലിബും ഉണ്ടായിട്ടില്ല, ഉപ്പാപ്പയും ഉണ്ടായിട്ടില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്തിന് നേരം മോനാകുന്ന അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് ഒരു വസിയത്താക്കി. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മ ബാപ്പ, കുടുംബക്കാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, അല്ലാഹുവേ അവരുടെ ഖബറെല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവരെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മ ബാപ്പക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ പലരും രോഗികളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, സംഘടനാ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ പലരും രോഗികളായി ഹോസ്പിറ്റലിലും വീട്ടിലും കഴിയുന്നുണ്ട് അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. പടച്ചോനെ, മജ്‌ലിസിലേക്ക് വന്ന മുഅ്മിനീങ്ങൾക്കുള്ള ബിസിനസ്സിലും പണയത്തിലും പണയം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ലാഭങ്ങളെ ഏറ്റി കൊടുക്കണേ അല്ലാ. ഇത് കാരണം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒട്ടാവുള്ള ഭാഗ്യം തരണേ അല്ലാ. ആ മുത്തുനബിൻ്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങി കുടിക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ